ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ അടിപൊളി എപ്പിസോഡിന്റെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് പറയുന്നല്ല ഗംഗപ്രസാദ് അല്ല, സ്റ്റെഫി പറയുന്നുണ്ട്, അവിടെ ബൈജു എന്ന് പറഞ്ഞൊരുത്തം വന്നിട്ടുണ്ടല്ലോ, അവനെ വെച്ച് ഒരു പുതിയ കളി കളിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, കൂടെ ഞാനുണ്ടെന്ന് ഗംഗപ്രസാദ് ഉറപ്പ് കൊടുക്കുകയാണ്. അല്ല, നിന്റെ പ്ലാൻ എന്താന്ന് ചോദിക്കുമ്പോ കുറച്ച് പഴയ പ്ലാനാണ്, ഞാൻ അത് വർക്ക്ഔട്ട് ആക്കിയിട്ട് നിന്റെ അടുത്തേക്ക് വരാം, അവൻ എന്തായാലും ഞാൻ വലയിലാക്കുന്നുണ്ട്, ശേഷം അതിലൂടെ കിരണിനെ ഇല്ലാതാക്കുക, പിന്നീട് കല്യാണിനെ. അതാ എന്റെ പ്ലാൻ, എന്തായാലും നല്ലൊരു പ്ലാൻ ആയിരിക്കും, നീ വിചാരിച്ച പോലെ തന്നെ ചെയ്തോ, ഞാൻ കൂടെ തന്നെ ഉണ്ട് എന്ന ഗംഗപ്രസാദ് പറയാട്ടോ. അങ്ങനെ അത് കേട്ട് സ്റ്റെഫി നേരെ പോണ ഗുണ്ടകളുടെ അടുത്തേക്കാണ്. ഗുണ്ടകളത്ത് പറഞ്ഞിട്ട് പോയി പറയുന്നുണ്ട്, അതെ പഴഞ്ചനൊരു ഐഡിയ ആണ്, പക്ഷെ വർക്ക്ഔട്ട് ആയ സൂപ്പർ ഐഡിയ ആണെന്ന് പറയാണ്. അപ്പൊ ഗുണ്ടകൾ ചോദിക്കേണ്ടത് എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അതെ, ഞാൻ എന്റെ വീട്ടിലേക്ക് കിരണിനെയും അതുപോലെ തന്നെ ബൈജുവിനെയും വിളിക്കുന്നുണ്ട്. ആ ബൈജു എന്ന് പറഞ്ഞാൽ എന്റെ പെണ്ണ് കാണാൻ വേണ്ടി വരുവാണ്. പെണ്ണൊക്കെ കണ്ടിട്ട് അവര് സന്തോഷത്തോടെ കാറിലേക്ക് കയറുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ പതുങ്ങി ഇരുന്നിട്ട് കിരണിനെ കുത്തണം, അതാണ് ഐഡിയ. അവരെ പറഞ്ഞ സ്ഥലത്ത് വിളിക്കാനായിട്ട് ഇതേ മാത്രമുള്ള ഒരു ഐഡിയ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഗുണ്ടകൾ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അത് ചെയ്തിരിക്കും മാഡം എന്ന് പറയണം. അങ്ങനെ ബൈജുവിന് വേണ്ടി പെണ്ണൊക്കെ ആലോചിക്കുകയാണ്, കിരണും കല്യാണി എല്ലാവരും ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവര് സൈറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട്, മാരേജിന് വേണ്ടി സൈറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട്, ബ്രോക്കർമാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് സ്റ്റെഫിയുടെ ആലോചന അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ബൈജുവിനെ കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്, കാരണം സ്റ്റെഫി സുന്ദരി ആയതുകൊണ്ട് തന്നെ ബൈജുക്ക് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നു സ്റ്റെഫി എടുത്ത്. അപ്പൊ അങ്ങനെ സ്റ്റെഫിയുടെ വീട്ടുകായിട്ട് വേറെ കുറെ ആൾക്കാരൊക്കെ അഭിനയിക്കാൻ വേണ്ടി നിർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റെഫി ആണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നുണ്ട്, സ്റ്റെഫിനൊക്കെ ഇഷ്ടം പെണ്ണ് കാണാൻ വന്നു പറയാണ്. അങ്ങനെ ബൈജു കിരണും അപ്പൊ കൂടെ പ്രകാശനും പോകുന്നുണ്ട്. പ്രകാശന് കല്യാണി ആ സമയത്ത് ഉണ്ടാവുമ്പോൾ പ്രകാശന് കല്യാണി പറയുന്നുണ്ട്, അച്ഛനും കൂടി പോയിക്കോ, എന്നാലും ബൈജു കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിനൊന്ന് കാണാലോ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശനും കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങ് അവിടെ പോയി കഴിയുമ്പോഴേക്കും സ്റ്റെഫിയാണ് പെണ്ണ്. അപ്പൊ സ്റ്റെഫി പെണ്ണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കിരണൊക്കെ ആകെ ഞെട്ടുന്നുണ്ട്. ആഹാ, സ്റ്റെഫി മേഡം ആയിരുന്നു പെണ്ണെന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് സ്റ്റെഫി പറയണ്ട, എനിക്ക് പയ്യന് ഇഷ്ടോ എന്നൊക്കെ പറയാണ്. ബൈജുവും പറയണ്ട, എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ ചായ കുടിച്ച് ബൈജും അതുപോലെ സ്റ്റെഫിയും തമ്മിൽ ഇങ്ങനെ പെണ്ണ് കണ്ട് കഴിയുമ്പോൾ സംസാരിക്കുമല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ബൈജു എന്നാ ശരി, നമ്മൾക്ക് എന്നാ നല്ലൊരു ദിവസം നോക്കിയിട്ട് നിശ്ചയവും കാര്യങ്ങളൊക്കെ നടത്താന്ന് പറയാണ്. അത് പ്രകാരം നമ്മുടെ ബൈജും കിരണും പ്രകാശനും കൂടി അവിടെ നിന്ന് സ്റ്റെഫിയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാട്ടോ. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്റ്റെഫി ബൈജുവിനെ നോക്കിയിട്ട് ടാറ്റാന്ന് കാണിക്കേണ്ട, ബൈജുവും തിരിച്ചിങ്ങനെ കാണിക്കാണ്. അതൊക്കെ കണ്ടിട്ട് കിരണിന് സന്തോഷമാവുന്നുണ്ട്, കാരണം ബൈജുക്ക് കുറെ നാളത്തെ ഒരു പെണ്ണിനെ ആലോചിക്കണം, എന്തായാലും പെണ്ണിനെ കിട്ടിയല്ലോ എന്നൊക്കെ ഒരു സന്തോഷം കിരണിനും ഉണ്ട് കേട്ടോ. അങ്ങനെ അവര് തമ്മിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങണ സമയത്ത് സ്റ്റെഫി വേഗം തന്നെ ഒരു ഗുണ്ട അവിടെ മതിലിന്റെ സൈഡിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നുണ്ട് ആ ഗുണ്ട. അപ്പൊ അയാൾ പെട്ടെന്ന് തന്നെ സ്റ്റെഫി ഇങ്ങനെ കണ്ണുകൊണ്ടിനെ കാണിക്കും, ശരി ആക്രമിച്ചു എന്ന് ഇങ്ങനെ കാണിക്കണം. അപ്പൊ തന്നെ ആ ഗുണ്ട ഓടി വന്നിട്ട് കിരണിനെ കുത്താൻ വേണ്ടിട്ട് ഓടി പുറകിലേക്ക് വന്നിട്ട് കിരണിനെ കുത്താൻ വേണ്ടി കത്തി എടുത്തിട്ട് ഒരു ഒറ്റ കുത്തി ഇങ്ങനെ കിരണിനെ കുത്താൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രകാശ് അത് കാണുന്നുണ്ട്. അത് കാണുന്ന പ്രകാശം വേഗം കിരണിനെ തള്ളി മാറ്റിയിട്ട് അവിടേക്ക് പ്രകാശം തള്ളി മാറ്റുമ്പോഴേക്കും പ്രകാശാണ് ആ കുത്ത് കിട്ടുന്നത്. പ്രകാശിന്റെ വയറ്റിലിട്ടൊക്കെ ശരിക്കും കിട്ടുന്നുണ്ട്. പ്രകാശിന് ഓൾറെഡി ഒരു പ്രശ്നമൊക്കെ ഉള്ളതാണല്ലോ. ആ പ്രകാശിന് ആ കുത്ത് ശരിക്കും വയറ്റിലിട്ട് ഒരു പ്രാവശ്യം കുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഗുണ്ട ഒരു പ്രാവശ്യം കൂടി കുത്താണ്. രണ്ടു പ്രാവശ്യം കുത്ത് കിട്ടുന്ന പ്രകാശിന് ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിരൺ നോക്കുമ്പോഴേക്കും പ്രകാശിന് തളർന്നിങ്ങനെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്രകാശിനെ ഇങ്ങനെ തൂക്കിയെടുക്കാണ് നമ്മുടെ കിരണും അതുപോലെ തന്നെ ബൈജുവും കൂടിയിട്ട്. അപ്പോഴേക്കും അവരിങ്ങനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് പ്രകാശിന്, അത് എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പ്രകാശിനെ എഴുന്നേക്കുന്നില്ല. കിരൺ മോനൊന്നും പറ്റിയില്ലല്ലോ, എനിക്ക് അത് മതി എന്നൊക്കെ പറയാണ്. കിരണിന് ഭയങ്കര സങ്കടമാവും കേട്ടോ, കാരണം ഇത്രയും നേരം പ്രകാശിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രകാശിന് ഇത്രയൊക്കെ മാറിയെന്ന് കല്യാണി എത്രയൊക്കെ പറഞ്ഞിട്ട് ആരും തന്നെ വിശ്വസിച്ചില്ല. ഇപ്പൊ ദേ പ്രകാശൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിരിക്കുകയാണ്. താൻ ജീവനോടുള്ളപ്പോ കിരണിനും കല്യാണിക്കും താൻ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒന്നും സംഭവിക്കണമെന്ന് പറഞ്ഞ പ്രകാശൻ അതുപോലെ തന്നെ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കിരണും ബൈജും കൂടി അപ്പൊ തന്നെ പ്രകാശിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞിട്ട് കുറച്ച് സീരിയസ് അവസ്ഥയാണ്, അപ്പോ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ വഴിയുള്ളൂ, ചിലപ്പോൾ ആളെ കിട്ടാനുള്ള ചാൻസ് കുറവാണെന്ന് പറയാണ്. കിരണിനാണെങ്കിൽ ഇതെങ്ങനെ കല്യാണി അടുത്ത് പറയണോന്ന് അറിയില്ല, കാരണം കല്യാണി അത്രമാത്രം പ്രകാശിനെ ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട്. ഇത് അറിഞ്ഞിങ്ങനെ കല്യാണിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ കിരൺ ഈ കാര്യം ആദ്യം ദീപേനെ ആയിട്ടോ വിളിക്കണം. അപ്പൊ ദീപനെ വിളിക്കുന്നുണ്ട്. ഹലോ, ആ മോനെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ്. പ്രശ്നമോ? അതെ അമ്മ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയണ്ടേ. എന്താ പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മേ, ഞങ്ങള് പെണ്ണ് കണ്ട് പ്രൊത്തിറങ്ങുന്ന സമയത്ത് ഒരു ഗുണ്ട എന്നെ കുത്താൻ വേണ്ടി വന്നായിരുന്നു. അയ്യോ മോനെ, എന്നിട്ട് മോനെ എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റില്ല, എന്നെ കുത്താൻ വേണ്ടി വന്നപ്പോഴേക്കും പെട്ടെന്ന് പ്രകാശൻ എന്നെ പിടിച്ച് പ്രകാശ്
പ്രകാശൻ എന്നെ ഇങ്ങനെ അച്ഛനിങ്ങനെ പിടിച്ച് മാറ്റിയപ്പോഴേക്കും എന്താണ് പെട്ടെന്ന് അച്ഛനാണ് കുത്തുകൊണ്ടെന്ന് പറയണ, കുറച്ച് സീരിയസ് അവസ്ഥയാണ്, ഹോസ്പിറ്റലാണ്, കല്യാണത്തിന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അമ്മ വരണമെന്ന് പറയാണ്. അപ്പൊ ദീപക്ക് ഒരു വിഷമമൊക്കെ തോന്നട്ടെ, ഇത്രയും ദിവസം ദീപയും ഇതൊന്നും വിശ്വസിച്ചില്ലായിരുന്നല്ലോ. അപ്പൊ ഇത് കല്യാണി കേൾക്കുന്നുണ്ട്. കല്യാണിക്ക് ആകെ ഷോക്കായി പോണ്. കല്യാണി അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന കല്യാണി ഡോക്ടറെ അടുത്ത് കാല് പിടിച്ചു, എനിക്ക് എന്റെ അച്ഛനെ കാണണം, എനിക്ക് എന്റെ അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുമ്പോഴൊക്കെ കിരണ പറയണ്ടേ, കല്യാണി കുഴപ്പമൊന്നുമില്ല അച്ഛന, ഞാൻ പറഞ്ഞല്ലോ എന്റെ കിരണേട്ട അച്ഛനെ ഒരു തെറ്റും ചെയ്യത്തില്ല, അച്ഛൻ മാറിയെന്ന് പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ, ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായല്ലോ. ഞാൻ എന്റെ അച്ഛൻ മാറുന്നപ്പോ എല്ലാരും കളിയാക്കായിരുന്നില്ല എന്റെ അച്ഛനെ, ഞാൻ പറഞ്ഞതല്ലേ എന്റെ അച്ഛൻ ആകെ മതി, എല്ലാവരും കളിയാക്കി അവസാനം അച്ഛൻ അതുപോലെ തന്നെ ചെയ്തല്ലോ. എനിക്കും കിരണേട്ടനും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവസാനം അച്ഛൻ തന്നെ കത്തിമുനിയെ തീരുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കല്യാണി ഭയങ്കര കരച്ചിലാണ്. അപ്പൊ അവിടേക്ക് രൂപയും ചന്ദ്രസേനൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും കല്യാണി ദേഷ്യത്തോടെ പറയണ്ടേ, എല്ലാവർക്കും സമാധാനമായല്ലോ. എന്റെ അച്ഛൻ മാറി നിന്നപ്പോ ആരും വിശ്വസിച്ചില്ല, അച്ഛന് കുത്തുവാക്കുകൾ കൊണ്ട് നിറയ്ക്കായിരുന്നില്ല എല്ലാവരും. ഇപ്പൊ നോക്ക്, എന്റെ കിരണേട്ടനായിരുന്നു ശരിക്കും മരിക്കേണ്ടത്, കിരണേട്ടനെ പകരം എന്റെ അച്ഛനാണ് ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നത്. ആദ്യം കിരണേട്ടന്റെ അച്ഛൻ എന്റെ അച്ഛൻ രക്ഷിച്ചു, അച്ഛനെ അമ്മേനെ രക്ഷിച്ചു രാഹുലിന്റെ കയ്യിൽ നിന്നിട്ട്, ഇപ്പൊ കിരണേട്ടനെ രക്ഷിച്ചു. എന്നിട്ട് എന്റെ അച്ഛനെ കിട്ടുന്ന അവഗണന മാത്രമല്ല നമ്മുടെ കല്യാണി ഭയങ്കര പൊട്ടിക്കരച്ചിലാട്ടോ. അപ്പൊ കിരണിനും അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അപ്പൊ കിരണാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, അതായത് സ്റ്റെഫിയുടെ വീട്ടിൽ പോയി, സ്റ്റെഫി ഉടായ്പാണെന്നൊരു സംശയമുണ്ട്. അങ്ങനെ സ്റ്റെഫിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഗുണ്ട, അതായത് വീടിനടുത്തുനിന്നാണ് ഇങ്ങനെ ഓടി വന്നത്, എന്നിട്ട് കുത്താൻ വേണ്ടി പോയതാണ്. അത് പുറത്തുനിന്ന് വരികയാണെങ്കിൽ പിന്നെ പുറത്തുനിന്ന് ഗുണ്ട വന്നെന്ന് വിചാരിക്കാം. അപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ വീടിന്റെ അകത്തിന്റെ സൈഡിൽ നിന്നാണ് ഇങ്ങനെ വന്നത്. അപ്പൊ കിരണിന് ഡൗട്ട് തോന്നുവാണ്, ഇനി സ്റ്റെഫിയുടെ ഒരു പ്ലാനിങ് ആണോ എന്നൊക്കെ കിരണിന് സംശയം തോന്നുന്നുണ്ട്. കിരൺ ഈ കാര്യം ചന്ദ്രസേനോട് പറയണ്ട്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, ബൈജുവായിട്ട് പെണ്ണ് കാണാൻ പോയപ്പോഴാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടായത്, എനിക്കൊന്ന് വളരെ സംശയമുണ്ട്, ഈ സ്റ്റെഫി എന്ന് പറഞ്ഞ പെണ്ണ് സംശയം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രസേന കുറെ പിടിപാടുണ്ട്, ഗുണ്ടകളായിട്ട് പേര് പിടിപാടുണ്ട്, അതുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഒരു കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ പുള്ളിക്കാരൻ വേണോ ഞാൻ അന്വേഷിക്കാൻ പോയാൽ ഞാൻ അന്വേഷിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കിരൺ തന്നെ അവസാനം കണ്ടെത്താണ് ഇതെല്ലാം സ്റ്റെഫിയുടെ പ്ലാൻ ആണെന്ന്. സ്റ്റെഫി ശരിക്കും കിരണിനെയും കല്യാണിനെയും കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവിടെ വന്നതെന്നും, കാർത്തികനെയും കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവിടെ വന്നതെന്നും, ശേഷം തനിക്ക് വേണ്ടി വേച്ച വലയിൽ പ്രകാശം വീഴുവായിരുന്നുള്ള സത്യമൊക്കെ കിരൺ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്ന കിരണിനും ആകെ വിഷമമായിട്ടോ. കിരണിനും എങ്ങനെയെങ്കിലൊക്കെ പ്രകാശത്തെ രക്ഷപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്തണം, ആളൊരു പാവമാണ്, ഇപ്പോഴാണത് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയത്, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയാണ്. അങ്ങനെ പ്രകാശിന് എന്ത് പറ്റും എന്നുള്ളതൊന്നും പ്രൊമോയിൽ കാണിച്ചില്ല. കുത്തുകൊണ്ടിട്ടുണ്ട്, എന്തായാലും നല്ല രീതിയിൽ കുത്തുകൊണ്ടിട്ടുണ്ട്. അങ്ങനെ സ്റ്റെഫിയുടെ കള്ളത്തരവും പൊളിയാൻ പോവാണ്. അതുപോലെ തന്നെ പ്രകാശിന്റെ ജീവൻ എന്ത് പറ്റിയെന്ന് അറിയില്ല, പ്രകാശം ഇതോടുകൂടി മരിക്കുവാണോ? കാരണം പ്രകാശിന്റെ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും ഓണത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടണം പറഞ്ഞ പ്രകാശൻ അവസാനം ഓണത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടി, ഇനി മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്, എന്റെ മക്കൾക്കൊന്നും സംഭവിക്കരുത്, ഞാൻ മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറയുന്ന പ്രകാശൻ അവസാനം അത് തന്നെയാണ് സംഭവിക്കണം ഉള്ളൊരു പ്രൊമോ ആണ് കാണിച്ചത്. എന്തായാലും നമ്മുടെ ഇഷ്ട സീരിയലിലെ 1500 എപ്പിസോഡാണ് തിങ്കളാഴ്ച വരുന്നത് കേട്ടോ. അതായത് ഇന്നത്തെ എപ്പിസോഡ് 1499 ആയിരുന്നു. അപ്പൊ ഈ പ്രൊമോയുടെ എപ്പിസോഡ് 1500 എപ്പിസോഡാണ്. അങ്ങനെ ഏറ്റവും ഹയസ്റ്റ് റെക്കോർഡ് അടിച്ചിരിക്കുകയാണ് 1500 എന്ന് പറയുമ്പോഴേക്കും. അങ്ങനെ 1500 എപ്പിസോഡ് എന്തിനൊക്കെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. എന്തായാലും വീക്കെൻഡ് പ്രൊമോ ആയിട്ട് ഇത് മാത്രമേ കാണിച്ചുള്ളൂ, വേറെ ഒന്നും കാണിച്ചില്ല. എന്തായാലും നല്ല അടിപൊളി പ്രൊമോ തന്നെയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.